أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയുടെ 178 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കും പടിഞ്ഞാറും തിരിക്കുന്നത് പുണ്യമൊന്നുമല്ല. എന്നാൽ അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവനോടുള്ള സ്നേഹം നിമിത്തം അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാരനും ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ പാലിക്കുകയും കഷ്ടപ്പാടിലും ദുരിതാവസ്ഥയിലും യുദ്ധാവസരത്തിലും സഹനം കൈക്കൊള്ളുകയും ചെയ്യുന്നവരത്രേ സാക്ഷാൽ പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്, അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാർ. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. ഹുദൂർ തുടർന്ന് പറയുന്നു: അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഈ സമ്പത്ത് ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്നും അള്ളാഹു ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്നതിനുള്ള മുൻഗണനാക്രമം ഇപ്രകാരമാണ്. ഒന്നാമത്തെ മുൻഗണന സബിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്കാണ്. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവരോടാണ്. ഉദാഹരണത്തിന് മാതാപിതാക്കൾ കുട്ടികളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനുമായി വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു. അതിന് സമാനമായ മറ്റൊരു ഉദാഹരണം മറ്റൊരിടത്തും കണ്ടെത്താനാവുകയില്ല. അതുപോലെ മറ്റു ബന്ധുക്കളും സഹായത്തിനർഹരാണ്. ആവശ്യക്കാരാണെങ്കിൽ അവരെ സഹായിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ശ്രമിക്കണം. രണ്ടാമത്തേത് അനാഥർക്ക് നൽകണമെന്ന് കൽപ്പിച്ചു. അവരെ നോക്കാനോ അന്വേഷിക്കുവാനോ ആരുമില്ലാത്തതിനാൽ അവരുടെ അവകാശങ്ങൾ കണക്കിലെടുക്കാൻ പഠിപ്പിച്ചു. മൂന്നാമതായി അഗതികൾക്ക്, അതായത് മിസ്കീൻ, ധനം നൽകണമെന്ന് അള്ളാഹു പറഞ്ഞു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമ്പത്തില്ല എങ്കിൽ തന്നെയും അവർ ആളുകളോട് കൈ നീട്ടാറില്ല. അവർ ആളുകളോട് നിർബന്ധിച്ച് ചോദിക്കാറില്ല. ലാ യസ്അലുന്നാസ ഇൽഹാഫ എന്ന വിശുദ്ധ ഖുർആന്റെ വചനം ഇവരിലാണ് പുലരുന്നത്. അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും അവർ തങ്ങളുടെ ഉള്ളിൽ ധാർമ്മികമായ ഔന്നത്യം പുലർത്തുന്നു. സ്വന്തം അന്തസ്സ് നിലനിർത്തുന്ന കാരണത്താൽ മറ്റുള്ളവരോട് ചോദിക്കുന്നതിലെ അപമാനം അവർ സഹിക്കാൻ തയ്യാറല്ല. നാലാമതായി യാത്രക്കാർ. ഇതിനായി അള്ളാഹു ദാരിദ്ര്യം ഒരു നിബന്ധനയായി വെച്ചിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ദരിദ്രരായ യാത്രക്കാരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ തന്നെ ഒരു സമ്പന്നനായ യാത്രക്കാരനാണെങ്കിൽ പോലും യാത്രക്കിടയിൽ അവൻ്റെ കയ്യിൽ പണമില്ലാതെ വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്താൽ അവരെ സഹായിക്കേണ്ടത് മറ്റുള്ളവരുടെ കടമയാണ്. സർക്കാരിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുകയും വേണം. ഇതിനുശേഷം അഞ്ചാമതായി യാചകരെക്കുറിച്ചാണ് പറയുന്നത്. യാത്രക്കാർക്ക് ശേഷം ഇവരെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇസ്ലാം യാചനയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്: ആരുടെയെങ്കിലും കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണമുണ്ടെങ്കിൽ അവൻ മറ്റൊരാളോട് യാചിക്കുന്നത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്.
അതുപോലെ ഒരിക്കൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാചകൻ ഒരുപാട് സാധനങ്ങൾ ചോദിച്ചു വാങ്ങി സഞ്ചി നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ടും അവൻ വീണ്ടും ആളുകളോട് ചോദിച്ചു കൊണ്ടിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ ആ സാധനങ്ങളെല്ലാം ഒരു ഒട്ടകത്തിന് മുന്നിലിട്ട് കൊടുത്തു. എന്നിട്ടും അവനോട് പറഞ്ഞു, ഇനി നീ ചോദിച്ചോളൂ. യാചന എന്ന ആ ശീലമില്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ വ്യക്തി അത് മനസ്സിലാക്കി പിന്നീട് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അതിനാൽ ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് യാചകരെ അവസാനത്തെ ഒരു വിഭാഗമായി മാത്രമാണ് ഖുർആൻ പരിഗണിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ഉയർന്ന ധാർമ്മികത കാണിക്കണമെന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ചോദിക്കുന്നതിനു മുമ്പ് തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്നുമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവർ ഗത്യന്തരമില്ലാതെ ചോദിക്കാൻ വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആറാമതായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വഫിർ റിഖാബ്, അതായത് ദാനധർമ്മങ്ങൾ നൽകേണ്ട പട്ടികയിൽ ആറാമതായി പറഞ്ഞിരിക്കുന്നത് തടവുകാരെയാണ്. തടവുകാരെ ഈ പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയതിന് വ്യക്തമായ കാരണമുണ്ട്. സാധാരണയായി തടവുകാർ ഇതര മതസ്ഥരോ ശത്രുക്കളോ ആയിരിക്കാം. ഇസ്ലാമിക നിയമപ്രകാരം സ്വന്തം ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമാണ് ദാനധർമ്മങ്ങളിൽ ആദ്യ പരിഗണന നൽകേണ്ടത്. എങ്കിലും മുസ്ലിങ്ങളെ കൊല്ലാൻ വന്ന ശത്രുക്കളെ പോലും പണം നൽകി മോചിപ്പിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു എന്നത് ഈ മതത്തിൻ്റെ വലിയ ഔദാര്യമാണ്. ഇതേപോലെ ഫിർ റിഖാബ് എന്നതിൽ തടവിലായവർ എന്ന ഗണത്തിൽ കടം കൊണ്ട് വലയുന്നവരെയും ജാമ്യം നിന്നത് കാരണം കുടുങ്ങിപ്പോയവരെയും സഹായിക്കുന്നത് ഉൾപ്പെടുന്നു. അടുത്തതായി അള്ളാഹു പറയുന്നു, വ അഖാമസ് സ്വലാത്ത വ ആത്ത സക്കാ, അവർ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്തു. അതായത് പൂർണ്ണനായ ഒരു പുണ്യവാന്റെ ലക്ഷണം അവൻ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നു എന്നതാണ്. നമസ്കാരം അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കുന്നു. സക്കാത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയും സമൂഹത്തെയും സുദൃഢമാക്കുന്നു. എന്നാൽ കേവലം സമ്പത്ത് ചെലവഴിച്ചതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്നില്ല. മറിച്ച് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും അവകാശങ്ങൾ ഒരുപോലെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പൂർണ്ണതയിലെത്താതെ ഒരു വ്യക്തിക്കും ഉയർന്ന പദവി കരസ്ഥമാക്കാൻ സാധിക്കില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു, വൽ മൗഫൂന ബി അഹദിഹിം ഇദാ അഹദു വസ്വാബിരീന ഫിൽ ബഅസായി വദ്ദറാ, കരാർ ചെയ്താൽ അത് പാലിക്കുന്നവരും ദാരിദ്ര്യത്തിലും രോഗത്തിലും യുദ്ധവേളയിലും ക്ഷമ കൈക്കൊള്ളുന്നവരുമാണവർ. പുണ്യത്തിൻ്റെയും ദൈവഭക്തിയുടെയും ഏറ്റവും വലിയ പദവി ലഭിക്കുന്നത് സ്വന്തം വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർക്കാണ്. ജനങ്ങൾ പരസ്പരം ഒപ്പുവെക്കുന്ന ഉടമ്പടികളോ കരാറുകളോ ആയാലും അവർ അതിൽ ഉറച്ചു നിൽക്കും. ഇസ്ലാമിക സമൂഹം നിലനിർത്തുന്നതിനു വേണ്ടി അവർ തങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള ചതിയോ വഞ്ചനയോ അവർ ചെയ്യില്ല. സ്വന്തം താൽപ്പര്യങ്ങൾക്കോ ദേശീയ താൽപ്പര്യങ്ങൾക്കോ വേണ്ടി യാതൊരുവിധ അഴിമതിയും അവർ കാണിക്കില്ല. അവർ നീതിക്കു വേണ്ടി ഉറച്ചു നിൽക്കും. ഇവിടെ അഹദ്, വാഗ്ദാനം എന്നതുകൊണ്ട് കേവലം വാക്കാലുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സാമൂഹികമായി മനുഷ്യർ തമ്മിലുള്ള എല്ലാത്തരം ബാധ്യതകളും ഇതിൽ ഉൾപ്പെടുന്നു. കാരണം സമാധാനപരമായ ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും മറ്റുള്ളവരോട് ചില കടമകളും അവകാശങ്ങളുമുണ്ട്. ഒരാൾ തനിക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ സമാധാനവും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. ജനങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും സമാധാനവും ഉണ്ടാകണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഇത് പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നത്. കരാറുകൾ പാലിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വസ്വാബിരീന ഫിൽ ബഅസായി വദ്ദറായി വഹീനൽ ബഅസ്, ദാരിദ്ര്യത്തിലും രോഗത്തിലും യുദ്ധവേളയിലും ക്ഷമ പാലിക്കുന്നവർ. ദാരിദ്ര്യം
സാമ്പത്തിക നഷ്ടങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ ക്ഷമയോടെ നിൽക്കും. രോഗങ്ങൾ പോലുള്ള ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കടുത്ത യുദ്ധമോ പ്രതിസന്ധിയോ നേരിടുമ്പോഴും അവർ ഭയന്ന് പിന്മാറുകയില്ല. മറിച്ച് അവർ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഉന്നതമായ മാതൃകയായിരിക്കും. ഏത് സാഹചര്യത്തിലും അവർ ക്ഷമയുടെ പാത കൈവിടില്ല. സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുമായി വഴക്കിടാൻ അവർ പോവുകയില്ല. ക്ഷമയോടെ കാര്യങ്ങൾ നേരിടാൻ അവർ എപ്പോഴും തയ്യാറായിരിക്കും. അവസാനമായി അള്ളാഹു പറയുന്നു, ഉലായിക്കല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ. ഇവരാകുന്നു സത്യം പാലിച്ചവർ, ഇവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിക്കുന്നവരും. തങ്ങളുടെ വിശ്വാസത്തിലും വാഗ്ദാനങ്ങളിലും സത്യസന്ധത കാണിച്ചവർ ഇവർ മാത്രമാണ്. ഭൗതികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും യഥാർത്ഥ മോചനം നേടുന്നവരും ഇവർ തന്നെ. തങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് ഉന്നതമായ ഗുണമായി ഇവർ കണക്കാക്കുന്നു. വിശ്വാസമെന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടണം. ദൈവപ്രീതിക്കായി കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരെ ദൈവം പ്രത്യേകം പരിഗണിക്കുന്നു. ഇവർ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടുന്നവരാണ്. പ്രതിസന്ധികളെ നേരിടാൻ 2 രീതികളാണുള്ളത്. ദൈവികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയും ഇത്തരം പ്രയാസങ്ങളെ മറികടക്കാം. സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമങ്ങൾ പാലിച്ചും കൃത്യമായ ധാർമ്മിക ചിട്ടകളിലൂടെയും സാമൂഹിക തിന്മകളിൽ നിന്ന് വിട്ടുനിന്നും ഇത്തരം പ്രശ്നങ്ങളെ നേരിടാം. ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൃത്യമായി പാലിക്കുന്നതിനാൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അവർ നിന്ദിതരാകുന്നതുമല്ല. ലോകത്തെ ആളുകൾ നിന്ദിതരാക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒന്നുകിൽ അള്ളാഹുവിനെ ഒഴിവാക്കിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭൗതികമായ നിയമങ്ങൾ ലംഘിച്ചതിനാലായിരിക്കും. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.